പ്രധാനമായും 3 ടൈപ്പ് മിററുകളെ പറ്റിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പ്ലെയിൻ മിറർ, കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ. നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യം പ്ലെയിൻ മിററിൻ്റെ കാര്യം നോക്കാം. ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ എം എന്ന് പറയുന്നൊരു പ്ലെയിൻ മിറർ നമുക്ക് ഉണ്ട്. അതിന് മുമ്പിലായിട്ട് AB എന്ന് പറയുന്നൊരു ഒബ്ജക്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ആ AB എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ഇമേജ് നമുക്ക് കിട്ടണമെങ്കിൽ മിനിമം 2 റിഫ്ലക്റ്റഡ് റേയെങ്കിലും മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിലേ നമുക്ക് ഒരു ഇമേജ് കിട്ടുകയുള്ളൂ. ഏത് മിററിൻ്റെ കേസാണെങ്കിലും ശരി, ഒരു ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ മിനിമം 2 റിഫ്ലക്റ്റഡ് റേയെങ്കിലും തമ്മിൽ മീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മുടെ മിററിലേക്ക് ഒരു ഇൻസിഡൻറ്റ് റേ വന്ന് പതിക്കുന്നുണ്ട്. ആ റേ C എന്ന് പറയുന്ന പോയിന്റിലാണോ വന്ന് പതിക്കുന്നത്. നമുക്ക് ആ റേ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആ റേ വന്ന് പതിക്കുന്നത് നമ്മുടെ പ്ലെയിൻ മിററിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. നമ്മുടെ ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിൽ മേക്ക് ചെയ്യുന്നൊരു ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ നോർമൽ എന്ന് പറയുന്ന ലൈനിൻ്റെ പ്രത്യേകതയും നമ്മൾ പറഞ്ഞായിരുന്നു. നോർമൽ എന്ന ലൈൻ നമ്മുടെ പ്ലെയിൻ മിററിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ വരച്ചിരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻസിഡൻറ്റ് റേയും അതേ പാത്തിൽ തന്നെയാണ് നമ്മുടെ പ്ലെയിൻ മിററിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വന്ന് പതിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇല്ല. കാരണം എന്താണ്? നോർമലിലും ഇൻസിഡൻറ്റ് റേയും രണ്ടും ഒരേ ആംഗിളിൽ തന്നെയാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ആംഗിൾ ഫോർമേഷൻ അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇൻസിഡൻറ്റ് റേ വന്ന് പതിക്കുന്ന പാത്ത് ഏതാണോ അതേ പാത്തിൽ കൂടെ തന്നെയാണ് നമ്മുടെ റിഫ്ലക്റ്റഡ് റേയും തിരിച്ചു പോയിരിക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എങ്ങനെ പറയാം? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 2 ആംഗിളിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. അതുകൊണ്ട് അത് രണ്ടും ഒരേ പാത്തിലാണ് പോകുന്നത്. രണ്ടാമത്തെ ഒരു റേ നോക്കൂ. എയിൽ നിന്ന് പോകുന്ന ഒരു ലൈറ്റ് റേ O എന്ന് പറയുന്ന പോയിന്റിലാണോ എന്ന് പതിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, X എന്ന് പറയുന്ന നോർമൽ റേക്ക് ഒരു സർട്ടൻ ആംഗിളിലാണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേ വന്ന് പതിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിഫ്ലക്റ്റഡ് റേയും അതേ ആംഗിൾ ഫോം ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അതുകൊണ്ട് റിഫ്ലക്റ്റഡ് റേ ഒരു Y എന്നുള്ള ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മുടെ 2 റേയും തമ്മിൽ അകന്നകന്ന് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 2 റേയും അകന്ന് പോവുകയാണെങ്കിൽ അവ തമ്മിൽ മീറ്റ് ചെയ്യുമോ? ഇല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു, 2 റിഫ്ലക്റ്റഡ് റേ തമ്മിൽ മീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ഇമേജ് ഫോർമേഷൻ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? മിററിന് പുറകിലേക്ക് ഡോട്ടഡ് ലൈൻസ് യൂസ് ചെയ്ത് നമ്മൾ ഈ 2 ലൈറ്റ് റേയും എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അങ്ങനെ ഈ 2 റിഫ്ലക്റ്റഡ് റേയും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റിൽ അവർ മീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ആ പോയിന്റിലാണ് നമ്മുടെ ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. ആ ഇമേജാണ് A', B'. കണ്ടല്ലോ. അപ്പോൾ M എന്ന് പറയുന്ന മിററിൽ നിന്നും AB എത്ര ദൂരത്തിലാണ് വെച്ചിരിക്കുന്നത്, അതേ ദൂരത്തിൽ തന്നെയാണ് M എന്ന് പറയുന്ന മിററിൽ നിന്നും നമ്മുടെ ഇമേജും ഫോം ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ. പിന്നെ നമുക്ക് റിയൽ ആയിട്ടുള്ള റേ വഴിയല്ല ഈ ഒരു ഇമേജ് ഫോർമേഷൻ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഇമേജ് ഫോർമേഷൻ നമുക്ക് കിട്ടിയത്, അല്ലേ? അങ്ങനെ നമ്മൾ ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് റിഫ്ലക്റ്റഡ് റേ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചിട്ടാണ് നമുക്കൊരു ഇമേജ് ഫോർമേഷൻ കിട്ടുന്നതെങ്കിൽ ആ ടൈപ്പ് ഇമേജുകളെ എല്ലാം നമ്മൾ വിളിക്കുന്നതാണ് വിർച്വൽ ഇമേജസ്. അപ്പോൾ ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് ഇമേജ് ഫോർമേഷൻ നടന്നാൽ അതൊരു വിർച്വൽ ഇമേജാണ്. കൂടാതെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, പ്രിൻസിപ്പൽ ആക്സിസിന് മേളിലായിട്ട്, പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ X' ആ ഒരു ലൈനിന്, അല്ലെങ്കിൽ നമ്മുടെ കാർട്ടീഷ്യൻ കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ X ആക്സിസും Y ആക്സിസും എടുത്തു കഴിഞ്ഞാൽ X ആക്സിസ്, നമ്മുടെ X ആക്സിസിന് മുകളിലേക്കാണ് നമ്മുടെ ഇമേജ് ഫോർമേഷൻ സംഭവിച്ചിരിക്കുന്നത്, അല്ലേ?
അപ്പം എക്സ് ആക്സിസിന് മുകളിലേക്കാണ് ഇമേജ് ഫോർമേഷൻ സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം അത് നേരെയുള്ളൊരു ഇമേജാണ്, ഇറക്റ്റ് ഇമേജാണ്. ഇനി അതല്ല എക്സ് ആക്സിസിന് താഴേക്കായിരുന്നു ഇമേജ് ഫോർമേഷൻ സംഭവിക്കുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു അതൊരു ഇൻവെർട്ടഡ് ഇമേജ് ആണെന്ന്. അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പം ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന ഇമേജാണ് വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ്. അതെപ്പോഴും എക്സ് ആക്സിസിന് മുകളിലായിരിക്കും, അതുകൊണ്ട് തന്നെ അതൊരു ഇറക്റ്റ് ഇമേജ് ആയിരിക്കും. ഇറക്റ്റ് എന്ന് പറഞ്ഞാൽ നേരെ. ഇനി അതല്ല നേരായിട്ടുള്ള റിഫ്ലക്റ്റഡ് റേ തമ്മിൽ മീറ്റ് ചെയ്തിട്ടാണ് നമുക്കൊരു ഇമേജ് ഫോർമേഷൻ സംഭവിക്കുന്നതെങ്കിൽ അത് ഉറപ്പായും പ്രിൻസിപ്പൽ ആക്സിസിന് താഴെയായിരിക്കും. അപ്പോൾ ആ ടൈപ്പ് ഇമേജിന് നമ്മൾ പറയുന്നത് റിയൽ ഇമേജ് ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ്. പ്രിൻസിപ്പൽ ആക്സിസിന് താഴോട്ടാണെങ്കിൽ അത് ഉറപ്പായും ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ആരോ മാർക്ക് എന്ന് പറയുന്നത് താഴത്തെ ഡയറക്ഷനിലോട്ടായിരിക്കും. ഇതാണ് റിയൽ ഇമേജും വിർച്വൽ ഇമേജും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. അപ്പോൾ പ്ലെയിൻ മിററിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിട്ടുള്ളൊരു ഇമേജാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇമേജിൻ്റെ സൈസ്, ഒബ്ജക്റ്റിൻ്റെ സൈസ് എത്രയാണോ അതേ സൈസിലുള്ളൊരു ഇമേജ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വലുതോ അല്ല ചെറുതോ അല്ല, സെയിം സൈസിലുള്ളൊരു ഇമേജാണ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഒബ്ജക്റ്റ് മിററിന് എത്ര ഡിസ്റ്റൻസ് മുമ്പിലാണോ വെച്ചിരിക്കുന്നത് അത്ര ഡിസ്റ്റൻസ് തന്നെ പുറകിലായിട്ടാണ് നമുക്ക് മിററിലെ ഇമേജും കിട്ടുന്നത്. നാലാമത്തെ പ്രോപ്പർട്ടിയാണ് ലാറ്ററലി ഇൻവേർട്ടഡ്. എന്ത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ? ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് അപ്പിയേഴ്സ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഇമേജ് ആൻഡ് വൈസ് വേഴ്സ. ഇതാണ് ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ വലത് കൈ ഇടത് കൈ ആയിട്ടും തോന്നും, ഇടത് കൈ കണ്ടാൽ വലത് കൈ ആയിട്ടും തോന്നും അല്ലേ? അതാണ് ലാറ്ററൽ ഇൻവേർഷൻ. നമ്മൾ ഡെയിലി ലൈഫിൽ ഈ ലാറ്ററൽ ഇൻവേർഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ കാണുന്നതാണ്. നിങ്ങളെല്ലാവരും ആംബുലൻസ് കണ്ടിട്ടുണ്ടല്ലോ. ആംബുലൻസിൻ്റെ ഫ്രണ്ടിലായിട്ട് ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു മിറർ ഇമേജ് ആയിട്ടാണ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അല്ലേ? പക്ഷേ ഒരു വെഹിക്കിളിൻ്റെ റിയർ വ്യൂ മിററിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതേ ലാറ്ററൽ ഇൻവേർഷൻ പ്രോപ്പർട്ടി കാരണം ഈ മിറർ ഇമേജിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. മിറർ ഇമേജിൻ്റെ മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നേരായിട്ടുള്ള രീതിയിലായിരിക്കും അത് കാണാൻ പറ്റുക. അപ്പോൾ ഡ്രൈവറിന് പുറകിൽ കൂടി ഒരു ആംബുലൻസ് വരുന്നുണ്ട് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആംബുലൻസിൻ്റെ ഫ്രണ്ടിൽ ഈ രീതിയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പ്ലെയിൻ മിററിനെ പറ്റി പറയാനുള്ളത്.